ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ JEE പേപ്പർ 2ൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏവരെയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാറ്റ 3.0ൻ്റെ ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷനും ചില ഇമ്പോർട്ടൻറ്റ് റൂൾസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നാറ്റയുടെ സ്കോറിന് മോർ ദാൻ 1 ഇയർ വാലിഡിറ്റി ഉണ്ടെന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും കഴിഞ്ഞ വർഷം ഈ എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നതാണെങ്കിൽ ഈ 2025 ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രം എഴുതുന്ന കുട്ടികളാണെങ്കിൽ ബെറ്റർ ഓഫ് ബോത്ത് സ്കോർസ് ഓഫ് നാറ്റ 2024 ആൻഡ് 2025 എടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ്സ് 2 അറ്റംപ്റ്റ്സ് ചെയ്യുന്ന കുട്ടികളുടെ ബെസ്റ്റ് ഓഫ് സ്കോർ ഓഫ് നാറ്റ 2024-25 എടുക്കുക. പക്ഷെ 3 അറ്റംപ്റ്റ്സ് ഇത്തവണ നടത്തി കഴിഞ്ഞാൽ 2025 സ്കോർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ പ്രീവിയസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റൂള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അറ്റംപ്റ്റ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് 3 അറ്റംപ്റ്റ്സ് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ 3 അറ്റംപ്റ്റ്സ് വരെയാണ് ഒരു കുട്ടിക്ക് മാക്സിമം പറ്റുക. അപ്പം 3 അറ്റംപ്റ്റ് എഴുതുകയാണെങ്കിൽ പ്രീവിയസ്ലി നാറ്റ സ്കോർ ഉള്ള കുട്ടികളാണെങ്കിൽ അതിൽ കിട്ടിയിട്ടുള്ള സ്കോർ പിന്നെ ഇത്തവണ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഈ ഒരു എക്സാം പല സെഷൻസുകളായിട്ടാണ് നടക്കുക. അതായത് JEE പേപ്പർ പോലെ സിംഗിൾ അറ്റംപ്റ്റ് അല്ല ഉള്ളത്. അപ്പോൾ നാറ്റ 2025ൻ്റെ ഫസ്റ്റ് 1-3-2025 ഓൺവേഡ്സ് ആണ് അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഫ്രൈഡേസിൻ്റെ സെഷൻസ് ആഫ്റ്റർനൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ. സാറ്റർഡേസിൽ മോർണിംഗ് സെഷനും ഈവനിങ് സെഷനും ഉണ്ട്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസമായിട്ട് ഈ പറയുന്ന മാസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു എക്സാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ കീം അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ JEE വഴി കിട്ടുന്ന കോളേജസ് അല്ലാതെ ഇന്ത്യയിലെ ഏത് കോളേജിൽ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിലും ഈ നാറ്റ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് മസ്റ്റ് കണ്ടീഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഈ ഒരു മെത്തേഡിലാണ്. കോമ്പോസിഷൻ ആൻഡ് കളർ എന്നുള്ളൊരു രീതിയിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്കൻഡ് ഡ്രോയിങ് ക്വസ്റ്റ്യൻ സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ എന്നുള്ള രീതിയിലായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. 1ാമത്തെ കളറിങ് മോഡലായിരിക്കും. 3ാമത്തെ ക്വസ്റ്റ്യൻ 3D കോമ്പോസിഷൻ ഒരു അറേഞ്ച് ചെയ്യുന്ന മെത്തേഡായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ MCQയും NCQ ഉണ്ടാവും. അപ്പോൾ B1 42 ക്വസ്റ്റ്യൻസും B2 8 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. NCQയിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വിത്ത് എക്സാമ്പിൾ പറയുന്നൊരു വീഡിയോ നാളെ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ 200ലാണ് നാറ്റയുടെ സ്കോർ കാർഡ് വരുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 200 ഈ കിട്ടുന്ന മാർക്കും നമ്മുടെ +2% ഇൻറ്റു 2 ചെയ്യുന്ന ആ ഒരു സ്കോറാണ് നമ്മുടെ ഇൻഡെക്സ് സ്കോറായിട്ട് വരിക. ആ ഒരു ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസിലാണ് റാങ്ക് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മുടെ അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ നടക്കുന്നത്. എസ്പെഷ്യലി കേരളത്തിലെ ടോപ്പായിട്ടുള്ള ഗവൺമെൻറ് കോളേജസിൻ്റെ അലോട്ട്മെൻറ്റ് എല്ലാം തന്നെ ഈ റൂളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നാറ്റ എഴുതാൻ ആഗ്രഹിക്കുന്ന കറൻ്റ്ലി +2 ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് ശേഷം ഇമീഡിയറ്റ്ലി നമ്മളവിടെ ക്രാഷ് ബാച്ചസ് ഉണ്ട്. അതിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്